പാതിവില തട്ടിപ്പിൽ തിരുവനന്തപുരം ജില്ലയിലും പരാതികളുടെ കൂമ്പാരമാണ്. പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചത് 55 പരാതികളാണ്. ജില്ലയിൽ 6 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നും കണ്ടെത്തൽ. തട്ടിപ്പിൽ NGO കോൺഫെഡറേഷൻ നേതാക്കൾ കൂടാതെ പ്രമുഖ BJP കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട്. സംഭവത്തിൽ അന്വേഷണം ഉടനെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്നു പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയതിൽ വിവിധ ജില്ലകളിൽ നിന്നായി ദിനംപ്രതി ലഭിക്കുന്ന പരാതികളുടെ എണ്ണം വർദ്ധിച്ചുവരികയാണ്. മംഗലപുരം, വട്ടപ്പാറ, കഴക്കൂട്ടം, പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി പരാതികളാണ് ഇതുവരെ ലഭിച്ചത്. ഇരുചക്രവാഹനം, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ഗൃഹോപകരണങ്ങൾ എന്നിവ പാതിവിലയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. NGO കോൺഫെഡറേഷൻ എന്ന പേരിൽ സംസ്ഥാനത്തെ നിരവധി സർക്കാർ ഇതര സംഘടനകളുടെ കൂട്ടായ്മ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. ജില്ലയിൽ നിന്ന് മാത്രം 6 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. അതത് പ്രദേശത്തെ സന്നദ്ധ സംഘടനകളെ ഭാഗമാക്കി ഇരുചക്രവാഹനങ്ങൾക്ക് 56,000 മുതൽ 62,000 രൂപ വരെയാണ് തട്ടിപ്പ് സംഘം വാങ്ങിയത്. ദേശീയ കോൺഫെഡറേഷൻ ചെയർമാനായ KN ആനന്ദകുമാർ പറഞ്ഞതനുസരിച്ചാണ് അനന്തുകൃഷ്ണന്റെ പ്രൊഫഷണൽ സർവീസസ് ഇന്നോവേഷൻസിന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതെന്ന് പരാതിക്കാർ ആരോപിച്ചു. എന്നാൽ ആനന്ദകുമാർ ആരോപണം നിരസിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ആനന്ദകുമാറും അനന്തുകൃഷ്ണനും തമ്മിലുള്ള ബന്ധവും പോലീസ് പരിശോധിച്ചു വരികയാണ്. വിവിധയിടങ്ങളിൽ നിന്നായി സമാന പരാതികൾ ലഭിക്കുന്നതിനാൽ അന്വേഷണം ഉടൻ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. IG-യുടെ മേൽനോട്ടത്തിൽ അതത് ജില്ലകളിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളെ അന്വേഷണം ഏൽപ്പിക്കാനാണ് സാധ്യത. പ്രമുഖ BJP കോൺഗ്രസ് നേതാക്കളുടെ പങ്കും പോലീസ് പരിശോധിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.